അപ്പോൾ നമുക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഈ പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിയണം. അതേപോലെ വെളുത്തുള്ളി പുളിയിഞ്ചിയിൽ ആവശ്യമില്ല, പക്ഷേ നമ്മളൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉലുവ വറുത്ത് പൊടിച്ചത്, കായം, പിന്നെ ഇത് നമ്മുടെ പുളിവെള്ളമാണ്. ഇത് ഇനി അരിച്ച് നമുക്ക് എടുക്കണം. ഇത് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുളിയിഞ്ചിക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഇട്ട് ഇനി ഇത് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ. നേരത്തെ അരിഞ്ഞു വെച്ച് 3 വെളുത്തുള്ളിയും നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അത്രയും ഇഞ്ചി ഇട്ടിട്ട് ഇത്രയും നമുക്ക് വറുത്ത് വന്നപ്പോൾ ഉള്ളൂ. ഇത് ആവശ്യത്തിന് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കപ്പോൾ എടുക്കാം. അതേ വറുത്ത് കോരി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ അരിഞ്ഞ ഇഞ്ചി ഇരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഇത് വറുത്തെടുത്ത എണ്ണയിൽ തന്നെ നമുക്കിനി അടുത്ത പച്ചമുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും ഇടാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഒഴിച്ച് വെച്ചിരുന്ന പുളി അരിച്ചെടുക്കാം. ഇതേപോലെ നമ്മളിവിടെ പച്ചമുളകും കരിവേപ്പിലയും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടു. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തേക്കും, അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോവും. ഇതൊന്ന് ചൂടെണ്ണയിലേക്കാണ് ഇട്ടേക്കണേ. അപ്പം നന്നായി വരട്ടെ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയാണ്. നമുക്ക് എന്തോരം കറിയാണോ അതിനനുസരിച്ച് പുളിവെള്ളം ഒഴിക്കാം. കറിയല്ല കേട്ടോ, പുളി ഇഞ്ചി. ഇനി ഇത് നല്ല വെന്ത് ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്നേക്ക് ഇടാം. ഇപ്പോൾ പുളിയൊക്കെ നോക്കി പാകമായി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരുന്നതെല്ലാം തട്ടിയിട്ട് കൊടുക്കാം. ഇവിടെ വറുത്തിട്ടതെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ആയി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ നല്ല കട്ടയൊക്കെ കളഞ്ഞ് പാനിയാക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് നമുക്ക് ശർക്കര പാനി കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ചേർത്ത് ആഹാ, ഇതിൻ്റെ മണം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. നമുക്ക് നമ്മുടെ പുളിയിഞ്ചി ചോറിൻ്റെ കൂടെ കൂടി തിന്ന് നോക്കാം. പുളിയും മധുരവും അതേപോലെ എരിവും ഇതെല്ലാം ഒരേ പാകത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഈ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ വേണമെന്നുള്ളവർ എണ്ണ ഇട്ട് അവസാനം കടുക് പൊട്ടിച്ച് ചെറിയുള്ളി പൊട്ടിച്ച് വറ്റൽമുളകും കൂടി ഇട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പുളിയിഞ്ചിയിലേക്കിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.